ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുः ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 11ാമത്തെ മന്ത്രം സുഷുപ്തസ്ഥാന. പ്രാജ്ഞോ മകാര തൃതീയാ മാത്ര മിതേരപീതേർവാ മിനോതി ഹവാ ഇദം സർവം അപീതിശ്ച ഭവതി യ ഏവം വേദ. സുഷുപ്തസ്ഥാന, സുഷുപ്തമാകുന്ന സ്ഥാനത്തോടു കൂടിയ, സുഷുപ്തമാകുന്ന സ്ഥാനത്തിൽ വസിക്കുന്ന ഇരിക്കുന്ന പ്രാജ്ഞൻ മിതേ, മിതിയാലോ, മാനത്താലോ, മാനം എന്ന് പറഞ്ഞാൽ അളക്കുക എന്നർത്ഥം, അളക്കുവാനുള്ള കഴിവാലോ, അപീതേ വാ, അപീതിയാലോ, ഏകീഭാവത്താലോ, തൃതീയ മാത്ര, മൂന്നാമത്തെ മാത്രയായ മകാരമാകുന്നു. ഏതൊരുവൻ ഏവം വേദ, ഇപ്രകാരം അറിയുന്നുവോ, സ അവൻ, ഇദം സർവം, ഇതിനെ എല്ലാറ്റിനെയും, ജഗത്തിൻ്റെ പരമാർത്ഥത്തെ തന്നെ, മിനോദിഹ വൈ, അളക്കുന്നു, അറിയുന്നു, അപീതി, അപീതിയായിട്ട്, ജഗൽ കാരണാത്മാവായിട്ട്, ഭവതി ച, ഭവിക്കുകയും ചെയ്യുന്നു. സുഷുപ്തസ്ഥാനമായിട്ടുള്ള ആ സ്ഥാനത്തിരിക്കുന്ന പ്രാജ്ഞൻ ഓങ്കാരത്തിൻ്റെ മൂന്നാമത്തെ മാത്രയാകുന്ന മകാരമാകുന്നു. പ്രാജ്ഞൻ മകാരമെന്ന് പറഞ്ഞത് മിതി എന്നുള്ള സാമ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുന്നു. മിതി എന്ന് വെച്ചാൽ മാനമാകുന്നു, അളവാകുന്നു. ഇടങ്ങഴി കൊണ്ട് ധാന്യങ്ങളെ അളക്കുന്ന പോലെ പ്രളയത്തിലും ഉൽപ്പത്തിയിലും പ്രവേശവും നിർഗമവും കൊണ്ട് വിശ്വനും തൈജസനും പ്രാജ്ഞനെ കൊണ്ട് അളക്കപ്പെടുന്നത് പോലെയാണിത് എന്നാണ് പറയുന്നത്. അതുപോലെ ഓങ്കാരത്തിൻ്റെ സമാപ്തിയിലും വീണ്ടുമുള്ള പ്രയോഗത്തിലും അകാരവും ഉകാരവും മകാരത്തിൽ ലയിച്ചിട്ട് വീണ്ടും നിർഗമിക്കുന്നത് പോലെ ഇരിക്കുന്നു, വീണ്ടും ആവിർഭവിക്കുന്നത് പോലെ, നിർഗമിക്കുന്നത് പോലെ ഇരിക്കുന്നു. അപീതിയെയും സാമാന്യമായി പറയാം. അപീതി എന്നാൽ ഏകീഭാവം, ഒന്ന് എന്നുള്ള ഭാവമാകുന്നു. ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ അകാരവും ഉകാരവും ഒടുവിലത്തെ അക്ഷരമായ മകാരത്തിൽ ലയിച്ച് തീരുന്നത് പോലെ ഇരിക്കുന്നു എന്ന് തോന്നാം. അതുപോലെ വിശ്വനും വൈശ്വാനരനും തൈജസനും സുഷുപ്താവസ്ഥയിൽ ഏകീഭവിച്ചതുപോലെ ഇരിക്കുന്നു. ഈ സാമാന്യം കൊണ്ടും പ്രാജ്ഞനും മകാരത്തിനും ഏകത്വം പറയാമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഏകത്വത്തെ അറിയുന്നവൻ ഈ ജഗത്തിനെ മുഴുവൻ അളക്കുന്നു, അറിയുന്നു, ജഗത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയുന്നു എന്ന് സാരം. അപീതിയായി തീരുകയും ചെയ്യുന്നു, അതായത് ജഗൽ കാരണ ആത്മാവായി തീരുകയും ചെയ്യുന്നു. ഇവിടെ ഓങ്കാരത്തിൻ്റെ ഓരോ മാത്രയെയും ആത്മാവിൻ്റെ ഓരോ പാദമായി അറിയുന്നതിന് പ്രത്യേകം ഫലം പറഞ്ഞത് പ്രധാനമായ ബ്രഹ്മധ്യാനത്തിന് സാധനമായ ഓങ്കാരമെന്ന അക്ഷരത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വൈശ്വാനരന് അകാരത്വത്തെ വിവക്ഷിക്കുമ്പോൾ ആദിയാണെന്നുള്ള സാദൃശ്യം ഉത്കടമായിരിക്കുന്നു, ഉദ്ഭൂതമായിരിക്കുന്നു. മാത്രയായി വിവക്ഷിക്കുമ്പോൾ വിശ്വനെ അകാരരൂപമായ, വൈശ്വാനരനെ അകാരരൂപമായ മാത്രയായി പറയുമ്പോൾ അവിടെ വ്യാപ്തിയാകുന്ന സാദൃശ്യവും ഉത്കടമാകുന്നു. രണ്ടാമത്തെ പാദമായ തൈജസന് ഉകാരത്വത്തെ വിവക്ഷിക്കുമ്പോൾ ഉത്കർഷം, വർധന സ്ഫുടമായി കാണപ്പെടുന്നു. മാത്രയായി വിവക്ഷിക്കുമ്പോൾ ഉഭയത്വവും സ്ഫുടമായി പ്രത്യേകമായി തെളിഞ്ഞ് കാണപ്പെടുന്നു. അതേമാതിരി പ്രാജ്ഞന് മകാരത്തെ വിവക്ഷിക്കുമ്പോൾ മാനരൂപമായ സാദൃശ്യം ഉത്കടമായിരിക്കുന്നു, സ്പഷ്ടമായിരിക്കുന്നു. മാത്രയായി വിവക്ഷിക്കുമ്പോൾ
ലയരൂപമായ സാദൃശ്യവും ഉത്കടമായിരിക്കുന്നു എന്നർത്ഥം. ത്രിഷു ധാമസ്സു യസ്തുല്യ സാമാന്യം വേത്തി നിശ്ചിത സ പൂജ്യ സർവഭൂതാനാം വന്ദ്യശ്ചൈവ മഹാമുനി. ഏതൊരുവൻ ആണോ 3 സ്ഥാനങ്ങളിലും ഒരുപോലെ പറയപ്പെട്ട സാമാന്യത്തെ നിശ്ചയത്തോടു കൂടിയനായി അറിയുന്നത്, ആ മഹാമുനി, ആ ബ്രഹ്മവിത്ത് എല്ലാ ഭൂതങ്ങൾക്കും ആദരിക്കപ്പെടേണ്ടവനാകുന്നു, പൂജ്യനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അകാരൻ വിശ്വനിൽ പ്രാപിക്കുന്നു, അകാരം ഉകാരം തൈജസനിലും പ്രാപിക്കുന്നു, മകാരം പ്രാജ്ഞനിൽ പ്രാപിക്കുന്നു. അത് മാത്രയായിരിക്കുന്ന ഓങ്കാരത്തിൽ അതിൻ്റെ ഗമനം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അമാത്രയായിട്ടുള്ളത്, മാത്രയില്ലാത്തതായ ഓങ്കാരം ഏതാണ്? തുരീയം. അവിടെ വ്യവഹാരത്തിന് തുരീയം വിഷയമല്ല. നാലാമത്തെ മാത്രയെക്കുറിച്ചാണ് ഇനി അടുത്ത 12ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്.